ഹായ്. അപ്പോൾ കുറച്ച് നാളായി എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കാഞ്ഞിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊട്ടും സമയം കിട്ടുന്നില്ല. എല്ലാ ദിവസവും കഫേയിൽ പോകണം, അതേപോലെ തന്നെ കോളേജിൽ പോകണം. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ കാരണം എൻ്റെ ജീവിതത്തിലെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാതായി. അപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്ത വീഡിയോ കഴിഞ്ഞുള്ള വീക്കിൽ, അതായത് ആ ഒരു വീഡിയോ കഴിഞ്ഞിട്ടുള്ള അടുത്ത വീക്കിൽ ഞാൻ എടുത്ത ട്രേഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നു. പക്ഷെ എനിക്കത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള സമയം പോലും കിട്ടിയില്ല. അത് കാരണം ആ ഒരു കാര്യം ഞാൻ വിട്ടു. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇതുവരെയുള്ള എൻ്റെ ട്രേഡ്സിലെ അപ്ഡേറ്റുകൾ പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും നേരത്തെ ഉള്ള വീഡിയോ പോലെ ഞാൻ എടുത്ത ട്രേഡ്സ് കാര്യങ്ങളായിട്ട് അങ്ങനെ ഷെയർ ചെയ്യുമല്ല, പക്ഷെ ഇതുവരെയുള്ള കാര്യങ്ങൾ ഞാനൊരു അപ്ഡേറ്റ് ആയിട്ട് പറയാണ്. അപ്പോൾ ഇപ്പം സമയം രാത്രി 1:28, അതായത് രാത്രി 1:30 ഈ ഒരു സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതായത് ഞാൻ ലാസ്റ്റായിട്ട് ചെയ്ത വീഡിയോയിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അക്കൗണ്ട് ക്യൂറ്റി ഫണ്ടിൻ്റെ അക്കൗണ്ടാണ്. അപ്പോൾ അത് എൻ്റെ കയ്യിൽ നിന്ന് ബ്രീച്ചായിപ്പോയി. ഈ ഒരു അക്കൗണ്ട് ആദ്യം ബ്രീച്ച് ആയില്ല, പക്ഷേ അത് പോകാറായി നിൽക്കുക. ഞാൻ പിന്നെ അതിൽ ഫോക്കസ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു അക്കൗണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ ഇത് ഡെയിലി ഡ്രോ ഡൗൺ ഹിറ്റായിട്ട് ഈ അക്കൗണ്ട് ബ്രീച്ച് ആയിപ്പോയി. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ ഡിസിപ്ലിൻ ഇല്ലായ്മ, അതായത് ഞാൻ എൻ്റെ റൂൾസ് ഫോളോ ചെയ്തില്ല, ഞാൻ എൻ്റെ റൂൾസ് ബ്രേക്ക് ചെയ്തു, ഞാൻ ഡിസിപ്ലിൻഡ് ആയിരുന്നില്ല. ഇത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ തന്നെ എനിക്ക് പറയാനും പറ്റത്തുള്ളൂ. കാരണം എനിക്ക് വേറെ ഒന്നിനെയും ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഇത് എൻ്റെ മിസ്റ്റേക്കാണ്. കാരണം ഞാൻ റൂൾസ് ഫോളോ ചെയ്യാതെ റിസ്ക് കൂട്ടി റാൻഡമായിട്ട് ട്രേഡ് എടുത്തു. അത് ഡെയിലി ഡ്രോ ഡൗൺ ഹിറ്റായി, അക്കൗണ്ട് പോയി. ഇതാണ് ആദ്യത്തെ അപ്ഡേറ്റ്. ക്യൂറ്റി ഫണ്ടിൻ്റെ അക്കൗണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ മെയ്വൻ്റെ ഒരു അക്കൗണ്ട് എടുത്തു. മെയ്വൻ ഫണ്ടിങ്ങിൻ്റെ ഒരു അക്കൗണ്ട് എടുത്തു. ഞാൻ ഒരൊറ്റ അക്കൗണ്ട് അതിനകത്ത് എടുത്തിട്ടുള്ളൂ. ഈ ഒരു അക്കൗണ്ട് എടുത്തു. ഈ ഒരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്ട്രാറ്റജിയിലും ചെറിയൊരു അതായത് സ്ലൈറ്റായിട്ടൊരു ചേഞ്ച് വരുത്തി. ആ ഒരു ചേഞ്ച് ഞാൻ ആകെ ഈ ഒരു അക്കൗണ്ടിൽ മാത്രമേ ട്രേഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ ആദ്യത്തെ അക്കൗണ്ട്, അതായത് 5Kയുടെ 2 സ്റ്റെപ്പ് അക്കൗണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു അക്കൗണ്ട് ഞാൻ പാസ്സായിട്ടുണ്ട്. 80% പ്രോഫിറ്റ് ടാർജറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. 80% പ്രോഫിറ്റ് ടാർജറ്റും അതേപോലെ 3 ദിവസം പ്രോഫിറ്റബിൾ ഡേയ്സും ആയിരിക്കണം. അതായത് മിനിമം 0.5% വെച്ചിട്ട് 3 ദിവസം പ്രോഫിറ്റബിൾ ആയിരിക്കണം. അപ്പം ഞാനത് ആയിട്ടുണ്ട്, അക്കൗണ്ട് പാസ്സായിട്ടുമുണ്ട്. അപ്പോൾ ഞാനിതിനകത്ത് ആകെ കുറച്ച് ട്രേഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ, പക്ഷെ ഞാൻ റിസ്ക് കൂട്ടിയാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം എടുത്ത ട്രേഡ് ഇത് ഗോൾഡിൽ എടുത്ത ട്രേഡാണ്. ഈ ഒരു ട്രേഡ് എസ് ഹിറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള 2 ട്രേഡ് എസ് ഹിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ട്രേഡ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത ട്രേഡല്ല, അതായത് വെറുതെ ഞാൻ ഇതിൻ്റെ ലോട്ട് സൈസും കാര്യങ്ങളും അറിയാനായിട്ട് വെറുതെ ബൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഇത് ഞാനൊരു ട്രേഡായിട്ട് കണക്കാക്കുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ട്രേഡിൽ എനിക്ക് TP ഹിറ്റ് ആയിട്ടുണ്ട്. ഇത് ഈ ഒരു ട്രേഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1:4.4 ആണ് ഈ ഒരു ട്രേഡ് തൊട്ട് മാത്രമേ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളൂ. അതായത് എനിക്കിവിടെ ഞാൻ എടുത്ത ട്രേഡ്സിൻ്റെ ഇമേജ് ഞാൻ അതായത് ട്രേഡിംഗ് വ്യൂവിനകത്ത് നമുക്ക് നമ്മളെടുത്ത ട്രേഡിൻ്റെ ഇമേജ് ലിങ്ക് ആക്കി മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെഡ്ഷീറ്റിനകത്ത് ആഡ് ചെയ്ത് വെക്കും. ഈ ഒരു ട്രേഡായിരുന്നു ഞാൻ എടുത്തത്. അതായത് ഗോൾഡ് ഓൾ ടൈം ഹൈയിൽ നിന്ന് ഒരു ക്രാഷ് വരുന്നതിന് തൊട്ട് മുമ്പ് എടുത്ത എൻട്രി ആയിരുന്നു ഇത്. 1:4.4 ആയിരുന്നു ഈ ഒരു ട്രേഡ്. അങ്ങനെ എനിക്ക് അത് TP ഹിറ്റായി. അത് കഴിഞ്ഞിട്ടുള്ള 3 ട്രേഡ്, അത് കഴിഞ്ഞിട്ടുള്ളൊരു ട്രേഡ് ഇത് SL ഹിറ്റായി. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ട്രേഡ് ഇതും SL ഹിറ്റായി. അങ്ങനെ ഈ 2 ട്രേഡ് SL ഹിറ്റായി. പക്ഷെ ഈ ഒരു ട്രേഡിൻ്റെ ഇമേജ് ഞാൻ സേവ് ചെയ്തില്ല, മറന്നു പോയതാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ട്രേഡ് TP ഹിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ട്രേഡ് കൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ 80% പ്രോഫിറ്റ് ടാർജറ്റ് ഹിറ്റായി. അതാണ് ഈ ഒരു ട്രേഡ്. ഈ ഒരു ട്രേഡിൽ ഞാൻ 80% പ്രോഫിറ്റ് ടാർജറ്റ് ഹിറ്റായി. പക്ഷെ എന്നാലും എനിക്ക് ഒരു പ്രോഫിറ്റബിൾ ഡേയും കൂടെ വേണം. അതായത് ഞാൻ ടോട്ടൽ 2
ട്രേഡ് മാത്രമേ എൻ്റെ ടി പി ഹിറ്റ് ആയിട്ടുള്ളൂ. ഈ 2 ട്രേഡ് മാത്രമേ ടി പി ഹിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് 2 പ്രോഫിറ്റബിൾ ഡേ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു പ്രോഫിറ്റബിൾ ഡേയും കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ആ ഒരു അക്കൗണ്ട് ഫസ്റ്റ് ഫേസ് പാസ്സാകത്തുള്ളൂ. അങ്ങനെ ഞാൻ റിസ്ക് കുറച്ച് ഒരു ട്രേഡ് എടുത്തു. അതായത് ഇത് ഞാൻ $20 SL വെച്ചു, $40 ടി പി ഹിറ്റായി. അതാണ് ഈ ഒരു ട്രേഡ് അങ്ങനെ ടി പി ഹിറ്റായി. അങ്ങനെ ആ ഒരു അക്കൗണ്ട് പാസ്സായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ സെക്കൻഡ് ഫേസിൻ്റെ അക്കൗണ്ട് കിട്ടി. ഈ ഒരു അക്കൗണ്ട് ഇപ്പോൾ കറൻ്റ്ലി 3.93% അപ്പായിട്ടാണ് നിൽക്കുന്നത്. ഇതിനും ഇനി 3/3 പ്രോഫിറ്റബിൾ ഡേയ്സ്, അതായത് 3 പ്രോഫിറ്റബിൾ ഡേയ്സ് ഇതിനും വേണം. 5% ആണ് പ്രോഫിറ്റ് ടാർജറ്റ്. ഞാൻ ആകെ ഈ ഒരു അക്കൗണ്ടിൽ, അതായത് സെക്കൻഡ് ഫേസിൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ ഞാൻ ആകെ ഒറ്റ ട്രേഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ ഒരു ട്രേഡ് ഞാൻ 2% ആണ് റിസ്ക് ചെയ്തത്. അപ്പോൾ 3.93% ടി പി ഹിറ്റായിട്ടുണ്ട്. അപ്പം 3.93% അക്കൗണ്ട് അപ്പായിട്ടാണ് നിൽക്കുന്നത്. ഇനി എനിക്ക് 2 പ്രോഫിറ്റബിൾ ഡേയ്സും കൂടെ വേണം. അതുകൂടാതെ 1.07% ഇനിയും ടി പി വേണം. അതായത് ഇനിയും അത്രയും കൂടെ വേണമെങ്കിലേ ഈ ഒരു അക്കൗണ്ടും പാസ്സാകത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇത്രയും നാളുള്ള എൻ്റെ ഈ ഒരു പ്രോപ്പ് ട്രേഡിങ്ങിൻ്റെ ഒരു അപ്ഡേറ്റ്. ഇത് കൂടാതെ ഞാൻ കുറച്ച്, അതായത് ഗോൾഡും സിൽവറും അത്യാവശ്യം റാലി ചെയ്ത് പോകുന്നൊരു സമയത്ത് ഞാൻ കുറച്ച് ETF മേടിച്ചിട്ടായിരുന്നു. അതായത് സിൽവറിനകത്തും ഗോൾഡിനകത്തും ഞാൻ കുറച്ച് ETF മേടിച്ചിട്ടായിരുന്നു. അത് ഈ ജനുവരി തന്നെയായിരുന്നു ETF മേടിച്ചത്. അത് മേടിച്ച് അത്യാവശ്യം ഹോൾഡ് ചെയ്യുകയും ചെയ്തു, പിന്നെ കുറച്ച് ഷോർട്ട് ചെയ്യുകയും ചെയ്തു. ഇത് ക്രാഷ് ആയി കഴിഞ്ഞപ്പോഴത്തേന്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടാണ്. ജനുവരി 1 തൊട്ട് ജനുവരി 31 വരെ. ഇതാണ് ഏകദേശം ഇത്രയും എമൗണ്ട് ഞാൻ ഈ ജനുവരിയിൽ, അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ ഫയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ പണ്ട് ഫയേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് സിൽവർ ETF മേടിക്കാനായിട്ട് മാത്രം പിന്നെയും ഫയേഴ്സ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തു, ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു, മേടിച്ചു. ഇതിനകത്ത് ഞാൻ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇത് മേടിച്ച് കുറച്ച് ഹോൾഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ഏകദേശം 52,000 എനിക്കിതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടി. ഈ ഒരു എമൗണ്ട് വെച്ച് ഞാൻ എൻ്റെ ഇപ്പോൾ ഉള്ള എല്ലാ EMIകളും ഫോർക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആകെപ്പാടി ഈ ഒരു മാസം കൂടെ മാത്രമേ കഫേയിൽ നിൽക്കുന്നുള്ളൂ. എന്നിട്ട് അതിൽ കിട്ടുന്ന എമൗണ്ട് വെച്ചിട്ട് ഇനിയും ഫണ്ട് അക്കൗണ്ട് എടുക്കണം, ഫെയിലാകുമെങ്കിൽ അടുത്ത് എടുക്കണം, ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് മാത്രമാണ്. ഇതാണ് ഈ ഒരു ഇത്രയും നാളത്തെ എൻ്റെ ട്രേഡിങ്ങിലെ, എൻ്റെ ലൈഫിലെ അപ്ഡേറ്റ്. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം.